ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാൻ. ക്യാൻ എന്ന് പറഞ്ഞാൽ അറിയാൻ നിങ്ങൾക്ക് കഴിയും അല്ലേ? ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, സെൻറ്റൻസസ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾക്ക് ജനറൽ എബിലിറ്റീസിനെ കുറിച്ച് പറയാം. അതായത് പൊതുവായ കഴിവ്, ജനറൽ എബിലിറ്റീസിൽ ഉള്ള എക്സാമ്പിൾ: ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ? ഇതൊരു ജനറൽ എബിലിറ്റിയാണ് അല്ലെ? പൊതുവായിട്ടുള്ളൊരു കഴിവല്ലേ? അപ്പോൾ അതിന് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ കഴിയും അല്ലെ? ഐ ക്യാൻ റൺ. അതുപോലെ ഷീ ക്യാൻ ഡ്രൈവ്, അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഒരു എബിലിറ്റീസാണ്, പൊതുവായിട്ടുള്ളൊരു കഴിവാണ്. ഷീ ക്യാൻ ഡ്രൈവ്, ഐ ക്യാൻ റൺ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഇതെല്ലാം ഒരു ജനറൽ എബിലിറ്റീസാണ്. ഓക്കെ, അതുപോലെ നമ്മൾക്ക് വേറൊരു എക്സാമ്പിൾ: ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം? ഒരു പെർമിഷൻ, ആസ്ക് ഫോർ പെർമിഷൻ. ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? എനിക്ക് നിങ്ങളുടെ പേന കടം വാങ്ങാമോ? ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? ഇത് ഇൻഫോർമൽ ആണ്, പക്ഷെ ഒരു അനുവാദം ചോദിക്കലാണ്. ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ് അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? ടു റിക്വസ്റ്റ് സംതിങ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്, ഇതൊരു റിക്വസ്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മൾക്ക് എന്താണ് ഇത് പറയാം, ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. അതുപോലെ നമുക്ക് ചോദിക്കാം, എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമോ? ക്യാൻ യു മേക്ക് മീ ടീ? ക്യാൻ യു മേക്ക് മീ ടീ? എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമോ നമ്മൾക്ക് ചോദിക്കാം അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളോട് റിക്വസ്റ്റ് ചെയ്യുവാണ് അല്ലേ? അപ്പോൾ അടുത്തത് ഒരു എക്സാമ്പിൾ: ക്യാൻ ഐ ടേക്ക് ഇറ്റ്? ക്യാൻ ഐ ടേക്ക് ഇറ്റ്, എനിക്കത് എടുക്കാമോ? എനിക്കത് എടുക്കണം, പക്ഷെ നമ്മൾ ചോദിക്കാണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ റിക്വസ്റ്റ് നമ്മൾ ചോദിക്കുകയാണ്, ക്യാൻ ഐ ടേക്ക് ഇറ്റ്, എനിക്കത് എടുക്കാമോ? അതുപോലെ എനിക്കിവിടെ ഇരിക്കണം. ക്യാൻ ഐ സിറ്റ് ദർ? ഞാനിവിടെ ഇരുന്നോട്ടെ, എനിക്കിവിടെ ഇരിക്കാമോ? ക്യാൻ ഐ സിറ്റ് ദർ? ക്യാൻ ഐ സിറ്റ് ദർ? അതുപോലെ നമ്മൾക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം: ക്യാൻ ഐ സ്പീക്ക് ടു മേരി? എനിക്ക് മേരിയോട് സംസാരിക്കാമോ അല്ലേ? ക്യാൻ ഐ സ്പീക്ക് ടു മേരി? എനിക്ക് മേരിയോട് സംസാരിക്കാമോ? ഇതെല്ലാം ഒരു റിക്വസ്റ്റാണ്, നമ്മൾ വേറൊരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾക്കൊരു പോസിബിലിറ്റി ഉള്ളൊരു കാര്യം: ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി കോൾഡ് ദർ അറ്റ് നൈറ്റ്. ഇതൊരു പോസിബിലിറ്റിയാണ്, അതായത് സാധ്യതയുള്ള കാര്യങ്ങളാണ്. എന്താണ്? രാത്രിയിൽ അവിടെ നല്ല തണുപ്പുണ്ടാകും, അതൊരു സാധ്യതയാണ്. അപ്പോൾ നമുക്ക് അതായത് പോസിബിലിറ്റീസ് ആണ് അല്ലേ? പോസിബിലിറ്റി ഉള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് ഇങ്ങനെ ഇത് പറയും, ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി കോൾഡ് ദർ. അതുപോലെ സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്മോക്കിങ്, പുക വലിക്കുന്നത് ക്യാൻസറിന് കാരണമാകും അല്ലേ? പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ക്യാൻസർ നമുക്ക് അല്ലാണ്ടും വരാം, പക്ഷെ സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. അപ്പോൾ അതും ഒരു പോസിബിലിറ്റിയാണ്, ഇതൊരു സാധ്യതയുള്ള കാര്യമാണ്. സ്മോക്കിംഗ് ചെയ്താൽ ക്യാൻസർ വരും, അതൊരു സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾക്ക് ഇത് പറയാം, ഇതൊരു എക്സാമ്പിളാണ്. അതുപോലെ ഇറ്റ് ക്യാൻ ഗെറ്റ് ഹോട്ട്. ഇറ്റ് ക്യാൻ ഗെറ്റ് ഹോട്ട് എന്താണ്? അത് ചൂടാകും അല്ലേ? ഇറ്റ് ക്യാൻ ഗെറ്റ് ഹോട്ട്. പിന്നെ ഈ പറഞ്ഞ എക്സാമ്പിൾസ് അല്ല, ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി കോൾഡ് ഓർ അറ്റ് നൈറ്റ്, സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ, ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി ഹോട്ട്, ഇതെല്ലാം എന്താണ്? പോസിബിലിറ്റിയാണ്. നെക്സ്റ്റ്: ക്യാൻ ഐ ക്യാരി യുവർ ബാഗ്സ് ഫോർ യു? ക്യാൻ ഐ ക്യാരി യുവർ ബാഗ്സ് ഫോർ യു? ഇതെന്താണ്? ഓഫർ ടു ഹെൽപ്പ് സമ്മൺ, അതായത് നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് വാഗ്ദാനം ചെയ്യുകയാണ് അല്ലേ? അങ്ങനെയുള്ള ഇതാണ്, അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് ക്യാൻ ഐ ക്യാരി യുവർ ബാഗ്സ് ഫോർ യു. ഇതെന്താണ്? നമ്മൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഒരു സഹായം അല്ലേ? അവരെ സഹായിക്കാനായിട്ടൊരു വാഗ്ദാനം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസസ് നോക്കാം. ഇതിൻ്റെ തന്നെ ക്യാനിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാൻ പ്ലസ് നോട്ട്, കനോട്ട്. അതിൻ്റെ കോൺട്രാക്ഷനാണ് കാൺട്ട് അല്ലേ? അപ്പോൾ എന്താണ്? ക്യാൻ പ്ലസ് നോട്ട്, കനോട്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസസ് പറയുന്നത്. അതായത് നോട്ട് അലൗഡ്. നെഗറ്റീവ് സെൻറ്റൻസസ് എന്താണ്? ടു എക്സ്പ്രസ് ഇന്നബിലിറ്റീസ് ആണ്, കഴിവില്ലായ്മയാണ് ഇന്നബിലിറ്റീസ്. കാൺട്ട്. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ക്യാൻ, പൊതുവായൊരു കഴിവിനെ കുറിച്ച് പറഞ്ഞു. നെഗറ്റീവ് സെൻറ്റൻസസിൽ വരുമ്പോൾ അത് കനോട്ട്, കാൺട്ട് എന്താണ്? അതൊരു കഴിവില്ലായ്മ, ഇന്നബിലിറ്റിയാണ്, ഇന്നബിലിറ്റിനെ സൂചിപ്പിക്കുന്നു. നോട്ട് അലൗഡ്. യു കാൺട്ട് സ്മോക്ക് ഇൻ ദിസ് റൂം. നിങ്ങൾക്ക് ഈ റൂമിൽ എന്താണ്? പുകവലിക്കാൻ കഴിയില്ല, നമ്മൾ സമ്മതിക്കില്ല അവർ വലിക്കാൻ അല്ലേ? അപ്പോൾ യു കനോട്ട് അല്ലെങ്കിൽ യു കാൺട്ട് സ്മോക്ക് ഇൻ ദിസ് റൂം, അതൊരു നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് പറയാം? പിന്നെ അതായത് യു കാൺ ഗോ ടു ദ പാർട്ടി. ഇപ്പം നിങ്ങൾക്ക് പാർട്ടിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒരു ഇന്നബിലിറ്റിയാണ് അല്ലേ? കഴിവില്ലായ്മയാണ്, ഒരു ഇന്നബിലിറ്റിനെ സൂചിപ്പിക്കുന്ന എക്സാമ്പിൾസ് ആണ് ഇതല്ല. യു കാൺ ഗോ ടു ദ പാർട്ടി, നിങ്ങൾക്ക് പാർട്ടിക്ക് പോകാൻ കഴിയില്ല.
അതുപോലെ ഇപ്പോൾ നമുക്ക് വേറെ പറയാം, ഐ കാൺ ടീച്ച് ഹിന്ദി. എനിക്ക് ഹിന്ദി പഠിപ്പിക്കാൻ കഴിയില്ല, കാരണം എനിക്കറിയില്ല ഹിന്ദി. അപ്പോൾ ഹിന്ദി പഠിപ്പിക്കാനും കഴിയില്ല, ഐ കാൺ ടീച്ച് ഹിന്ദി. അത് അപ്പോൾ എൻ്റെ കഴിവില്ലായ്മ, ഐ കാൺ ടീച്ച് ഹിന്ദി. അതുപോലെ ഹി കാൺ സ്വിം, അവന് എന്താണ് നീന്താൻ കഴിയില്ല, അവന് നീന്തൽ അറിയില്ല. അപ്പോൾ ഹി കാൺ സ്വിം, അല്ലെങ്കിൽ ഹി കനോട്ട് സ്വിം, ഹി കാൺ സ്വിം അല്ലേ, അവന് നീന്താൻ കഴിയില്ല. അതുപോലെ തന്നെ ഐ കാൺ ഡു ദാറ്റ്, എനിക്കത് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ, നമ്മൾ പറയില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഐ കാൺ ഡു ദാറ്റ്, ഐ കാൺ ഡു ദാറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം എന്താണ്, ഒരു നോട്ട് അലൗഡ് ആണ് ഇതെല്ലാം അല്ലേ, ഇതെല്ലാം നോട്ട് അലൗഡ്, അതായത് ഇന്നബിലിറ്റീസ് ആണ്. ഇന്നബിലിറ്റീസ് ഒരു ഇത് കഴിവില്ലായ്മ എന്ന് പറയാം മലയാളത്തിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, അപ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ ജനറൽ എബിലിറ്റീസാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്താണ്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, പൊതുവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ക്യാൻ റൺ, ഷി ക്യാൻ ഡ്രൈവ്, ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ്സ്, ഇതെല്ലാം. പിന്നെന്താണ് അടുത്തത്, റിക്വസ്റ്റ്, ടു റിക്വസ്റ്റ് സംതിങ്. എന്തൊക്കെയാണ്, ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ് അല്ലേ, ക്യാൻ യു മേക്ക് മീ ടീ, പിന്നെ ക്യാൻ ഐ ടേക്ക് ഇറ്റ്, അതുപോലെ എന്താണ്, ക്യാൻ ഐ സ്പീക്ക് ടു മേരി. ഇതെല്ലാം എന്താണ്, റിക്വസ്റ്റാണ്, റിക്വസ്റ്റിനുള്ള എക്സാമ്പിൾ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഓഫർ അല്ലേ, ഓഫറായിട്ട് നമ്മൾ എന്താണ്, അതായത് എന്താണ്, ഓഫർ ടു ഹെൽപ്പ് സമ്മൺ അല്ലേ, നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാം, ക്യാൻ ഐ ക്യാരി യുവർ ബാഗ്സ് ഫോർ യു, നമ്മൾക്കൊരു എക്സാമ്പിൾ. അതുപോലെ നമ്മൾക്ക് എന്താണ്, നെഗറ്റീവ് സെൻറ്റൻസസിൽ വരുമ്പോൾ എന്താണ്, അത് ഇന്നബിലിറ്റിയാണ്, എബിലിറ്റി മാറി ഇന്നബിലിറ്റീസ് ആവും. അപ്പോൾ നമ്മളതിൽ എന്തൊക്കെ പഠിച്ചു, ഇന്നബിലിറ്റീസിൽ എന്തൊക്കെയാണ്, യു കനോട്ട് സ്മോക്ക് ഇൻ ദിസ് റൂം, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല, എന്താണ്, നിങ്ങൾക്ക് ഈ മുറിയിൽ പുകവലിക്കാൻ കഴിയില്ല, അതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്, ഇന്നബിലിറ്റീസ്. ഓക്കെ, നോട്ട് അലൗഡ്, യു കനോട്ട്, യു കാൺട്ട്. ഓക്കെ, അതുപോലെ എന്താണ്, നമ്മൾ എന്താണ്, എക്സ്പ്രസ് ഇന്നബിലിറ്റീസിൽ നമ്മൾ എന്താ പറഞ്ഞത്, യു കാൺ ഗോ ടു ദ പാർട്ടി, നിങ്ങൾക്ക് പാർട്ടിക്ക് പോകാൻ കഴിയില്ല. അതുപോലെ ഹി കാൺ സ്വിം, അവന് നീന്താൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്, ടു എക്സ്പ്രസ് ഇന്നബിലിറ്റീസ് എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്, എക്സാമ്പിൾസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.